സായ് പ്രിയ എന്ന 19 വയസ്സുള്ള പെൺകുട്ടി ഹൈദരാബാദിലാണ് ജനിച്ചു വളർന്നത്. സ്കൂൾ പഠനം അവസാനിച്ച് കോളേജിൽ പഠിക്കുകയാണ്. ദിവസവും രാവിലെ 9 മണിക്ക് കോളേജിൽ പോകും. വൈകുന്നേരം 6-6:30 തിരികെ വീട്ടിലേക്ക് വരും. ഇങ്ങനെയായിരുന്നു പതിവ്. നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഹയർ സ്റ്റഡീസ് US-ൽ ചെയ്യണം എന്ന സ്വപ്നത്തോടു കൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. സെപ്റ്റംബർ മാസം 5-ാം തീയതി 2022 എപ്പോഴത്തെയും പോലെ രാവിലെ കോളേജിൽ പോയി. പക്ഷേ വൈകുന്നേരം ഒരു 6-6:30 മണിയായി. എന്നിട്ടും അവൾ വീട്ടിൽ വന്നില്ല. മകളെ ഏറെ നേരമായി അച്ഛൻ കാത്തിരുന്നു. വരാത്തതുകൊണ്ട് ഫോണിൽ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വീണ്ടും ഒരല്പസമയം കൂടെ കാത്തിരുന്നു. ഏകദേശം ഒരു 10 മണിയോടുകൂടി നേരിട്ട് ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് മകളായ രാവിലെ കോളേജിൽ പോയതാണ്, ഇത്രയും സമയമായിട്ടും തിരികെ വന്നില്ല എന്ന് പറഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സുഹൃത്തുക്കളെല്ലാം വിളിച്ചു നോക്കി, ബന്ധുക്കളെ വിളിച്ചു നോക്കി. അവർക്കാർക്കും അവളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് ആദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, അവൾക്ക് ആരെങ്കിലുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് പറയണമെന്നറിയില്ല. മകളെ കാണാനില്ല. മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇരുട്ട് മൂടാൻ തുടങ്ങി. പോലീസും അവരുടെ അന്വേഷണം ആരംഭിച്ചു. ആ കുടുംബം ആരെയെങ്കിലും സംശയമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ആ കുടുംബത്തിന് ആരെയും സംശയമില്ലാത്തതുകൊണ്ട് എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലീസിന് യാതൊരു പദ്ധതിയുമില്ലായിരുന്നു. ഫോൺ ട്രേസ് ചെയ്ത് നോക്കി. അതുവഴി യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ഈ കേസ് വളരെ മന്ദഗതിയിൽ പോകാൻ തുടങ്ങി. മൂന്ന് ദിവസം കഴിഞ്ഞ് സായ് പ്രിയയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്നത് സായ് പ്രിയയുടെ ഫോണിൽ നിന്നായിരുന്നു. അതിലവൾ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 3 ദിവസമായി എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. നിങ്ങൾ ഭയപ്പെടണ്ട, കാത്തിരുന്നാൽ മതി, ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ സായ് പ്രിയയുടെ അച്ഛന് ഒന്നും തന്നെ മനസ്സിലായില്ല. മകൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാമല്ലോ. അവൾ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം എന്നോട് ഇതുവരെയും പറഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ മെസ്സേജിലൂടെ താൻ സുഹൃത്തിന്റെ വീട്ടിലാണെന്നും തിരികെ വരുമെന്നും പറഞ്ഞു. ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചിന്തിച്ച് വല്ലാത്ത കുഴപ്പമുണ്ടായി. പെട്ടെന്ന് ഈ വന്ന മെസ്സേജും പോലീസിനെ കാണിച്ചു. എന്നാൽ ഈ സന്ദർഭത്തിലാണ് സായ് പ്രിയയുടെ അച്ഛൻ തനിക്കൊരാളെ സംശയമുണ്ടെന്ന് പറഞ്ഞത്. അയാളുടെ പേര് ശ്രീശൈലം. അവന് 23 വയസ്സ്. സായ് പ്രിയയ്ക്ക് 19 വയസ്സാണ്. എന്തുകൊണ്ട് ഇയാളെ സംശയിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ 6 മാസങ്ങൾക്ക് മുൻപ് ശ്രീശൈലം എന്ന ഇയാൾ, ഞാനും നിങ്ങളുടെ മകളും പ്രണയിക്കുകയാണ്, ഞങ്ങളെ വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു ഫോൺ ചെയ്തിരുന്നു. ആ ഫോൺ ചെയ്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ മകൾ നല്ലൊരു പെൺകുട്ടിയാണ്. ആരെയും അങ്ങനെ പ്രണയിച്ച് കറങ്ങി നടക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ല. ഒരു പക്ഷേ അവൻ അവളെ ശല്യം ചെയ്യുന്നുണ്ടാകുമെന്ന് കരുതി എൻ്റെ മകളോട് ഞാൻ നേരിട്ട് തന്നെ ചെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞത്, ഇല്ല, ഞാൻ ആരെയും പ്രണയിക്കുന്നില്ല, അവൻ തന്നെയാണ് എന്നെ ശല്യം ചെയ്യുന്നത് എന്ന് എൻ്റെ മകൾ പറഞ്ഞു. ഒരു പക്ഷേ അവൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകുമോ, അവൻ എൻ്റെ മകളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ, ആ ഒരു സംശയത്തിലാണ് ഞാൻ അവനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതെന്നും പോലീസിനോട് സായ് പ്രിയയുടെ അച്ഛൻ പറഞ്ഞു. ഇപ്പോഴായിരുന്നു പോലീസിന് ആദ്യത്തെ ഒരു ക്ലൂ ലഭിച്ചത്. 6 മാസത്തിന് മുൻപ് ഒരാളിങ്ങനെ ഫോണിൽ സംസാരിച്ചു. ഒരു പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. ഉടൻ തന്നെ അവൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. ഹൈദരാബാദിലെ ഒരു വില്ലേജിലാണ് അവൻ്റെ താമസം. അവിടെ ചെന്ന് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ടായിരുന്നു, എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു. അവനെന്തോ മറച്ചു വെക്കുന്നുവെന്ന് പോലീസിന് തോന്നി. ഉടൻ തന്നെ അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോ അവൻ പറഞ്ഞത്, ഇവർ പറഞ്ഞതെല്ലാം സത്യമാണ്. 6 മാസത്തിന് മുൻപ് ഞാനും അവരുടെ മകളും പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു ഫോൺ ചെയ്തിരുന്നു. അത് സത്യമാണ്. എന്നാൽ അന്ന് വരെയും എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ പോലീസിന് അപ്പോഴും ഒരു കാര്യം മാത്രം മനസ്സിലായി, അവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. സാധാരണ പോലീസുകാർ അതെത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടേതായ രീതിയിൽ അന്വേഷിച്ചപ്പോഴാണ് പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത്. അവൻ ആദ്യം പറഞ്ഞ സത്യം, ഇപ്പോൾ സായ് പ്രിയ ജീവനോടെയില്ല. 3 ദിവസങ്ങൾക്ക് മുൻപ് അവൻ അവളെ കൊന്നു. ഇത് കേട്ടതും പോലീസ് അടുത്ത് ചോദിച്ചത്, അവളുടെ ഡെഡ് ബോഡി എവിടെയെന്ന്. അതിനവനും, അവളെ ഞാൻ തന്നെയാണ് കൊന്നത്. എൻ്റെ കൃഷിസ്ഥലത്തിനടുത്ത് ചെറിയൊരു കുറ്റിക്കാടുണ്ട്, അവിടെ ഞാൻ അവളെ കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോലീസുകാർ ചെന്ന് നോക്കി.
അവിടെ നിന്ന് അവളുടെ ഡെഡ് ബോഡിയും പുറത്തേക്കെടുത്തു. സംഭവ സ്ഥലത്തേക്ക് അവളുടെ അച്ഛനും അമ്മയും വന്നിരുന്നു. ഡെഡ് ബോഡി കണ്ട് അവർ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അവസാനമായി മകളെ കണ്ടത് കോളേജിലേക്ക് പോകുമ്പോഴായിരുന്നു. മകൾ കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ അവളെ അവസാനം കാണുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പോലീസും ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം അറിയാൻ കഴിഞ്ഞു. അവൾ മരിക്കുന്നതിന് മുൻപ്, അവളെ കൊല്ലുന്നതിന് മുൻപ് അവളെ ആരോ റേപ്പ് ചെയ്തു. ആരാണോ അവളെ കിഡ്നാപ്പ് ചെയ്തത് അവൻ തന്നെയാണ് അവളെ റേപ്പ് ചെയ്തത്. ഇപ്പോ പോലീസിന് പുതുതായി വീണ്ടും ഒരു ഇൻഫർമേഷൻ ലഭിച്ചു. ശ്രീശൈലം 6 മാസങ്ങൾക്ക് മുൻപ് സായിപ്രിയയുടെ അച്ഛനെ ഫോൺ വിളിക്കുകയും ഞങ്ങൾ രണ്ടുപേരും പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടുപേരും പ്രണയിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് അവളെ റേപ്പ് ചെയ്ത് കൊല്ലണം? ഇതിനുള്ള ഉത്തരം പോലീസിന് ആവശ്യമായിരുന്നു. പെട്ടെന്ന് തന്നെ വീണ്ടും അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ ചോദ്യം ചെയ്യലായിരുന്നു അവർക്ക് മനസ്സിലായത് 5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സായിപ്രിയയും ശ്രീശൈലവും പരിചയപ്പെട്ടിരുന്നു. അവൾ എവിടെയാണോ താമസിച്ചത് അവിടെ നിന്നും ഒരു 5 വീട് മാറിയാണ് ശ്രീശൈലം താമസിച്ചത്. രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ട്, പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, പ്രണയിച്ചിട്ടുമുണ്ട്. ആ സമയം സായിപ്രിയ 8ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. ശ്രീശൈലം 10 പോലും ജയിച്ചിട്ടില്ല. അതോടുകൂടി പഠിത്തം അവസാനിപ്പിച്ചു. എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യാമെന്ന് കരുതി അയാളുടെ വീട് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ പശുക്കളെ വളർത്തി പാൽ വിൽപ്പന ചെയ്യാൻ തുടങ്ങി. മറുവശത്ത് സായിപ്രിയ 10ാം ക്ലാസ് ജയിച്ച് +1 +2 കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. US-ൽ ചെന്ന് ഒരു വലിയ കോഴ്സ് ചെയ്യണമെന്ന സ്വപ്നത്തോടു കൂടി ജീവിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സായിപ്രിയ പതിയെ തന്റെ പ്രണയം വേണ്ട എന്ന് ചിന്തിക്കാൻ തുടങ്ങി. താൻ നന്നായി പഠിക്കുന്നുണ്ട്, ഭാവിയിൽ നല്ലൊരു ജീവിതമുണ്ട്. പക്ഷെ അവൻ ഒന്നും തന്നെ പഠിച്ചിട്ടുമില്ല, ചെറിയൊരു ബിസിനസ് മാത്രം ചെയ്യുന്നു. അങ്ങനെ അവനെ വിളിച്ച് നമുക്കിടയിൽ ഇനി യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യുന്നു. പക്ഷെ അവനത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെയായി. ഇത്രയും ദിവസം താൻ വിശ്വസിച്ച ഒരു പെൺകുട്ടി, തന്നെ വിവാഹം കഴിക്കും എന്ന് വിശ്വസിച്ച ഒരു പെൺകുട്ടി, അവൾ തന്നെയാണ് തന്റെ ജീവിതം എന്ന് കരുതി. പക്ഷെ അവളിപ്പോ തന്നെ വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രീശൈലം വീണ്ടും അവളെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഫോൺ വിളിച്ചും മെസ്സേജിലൂടെയും തന്നെ കല്യാണം കഴിക്കണമെന്ന് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ സംഭവം നടക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുൻപ് ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച അവൻ നേരെ അച്ഛന് ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായി പ്രണയിക്കുകയാണ്, ഞങ്ങൾക്ക് വിവാഹം നടത്തിത്തരണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ ഇതിൽ വിശ്വാസം വരാത്ത സായിപ്രിയയുടെ അച്ഛൻ നേരെ അവളോട് തന്നെ ചോദിച്ചു. പക്ഷെ അവളും തനിക്ക് അങ്ങനെ പ്രണയമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഈ സമയം സായിപ്രിയയുടെ അച്ഛൻ ചെയ്തത് ശ്രീശൈലത്തിന്റെ ചേട്ടനെ വിളിച്ചിട്ട് നിങ്ങളുടെ സഹോദരൻ എന്റെ മകളെ ശല്യം ചെയ്യുകയാണ്, ഇനി ഇത് ആവർത്തിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ട സഹോദരൻ ഇനി ഒരിക്കലും ശ്രീശൈലം നിങ്ങളെയോ മകളെയോ ശല്യം ചെയ്യില്ല എന്ന് ഒരു ഉറപ്പ് കൊടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നതിന് ശേഷം ശ്രീശൈലത്തിന് സായിപ്രിയയോട് വെറുപ്പ് വരാൻ തുടങ്ങി. അവളെ എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം. 5 വർഷം പ്രണയിച്ച തന്നെ പറ്റിച്ചല്ലോ എന്ന് ചിന്തിച്ച് അവളെ വെറുക്കാൻ തുടങ്ങി. അവളോട് പ്രതികാരം വീട്ടാൻ ആഗ്രഹിച്ചു. സായിപ്രിയ അവന്റെ മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ശ്രീശൈലം സ്നാപ്ചാറ്റിലൂടെ അവളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഒരേ ഒരു തവണ കണ്ടാൽ മാത്രം മതി, നിന്നോട് സംസാരിച്ചിട്ട് മുഴുവനായി നമുക്കിത് അവസാനിപ്പിക്കാം, അവസാനമായി ഒരേ ഒരു തവണ മാത്രം കാണാൻ വരാമോ എന്ന് ചോദിച്ചു. സായിപ്രിയ ആ സമയത്ത് തെറ്റായ ഒരു തീരുമാനമെടുത്തു. നീ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാം, പക്ഷെ ഇതാണ് അവസാനം, ഇനി നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്ന് സായിപ്രിയ പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ മാസം 5-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങിയ അവൾ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു. ബസ് സ്റ്റോപ്പിൽ ശ്രീശൈലം ബൈക്കിൽ വന്നു. ആ ബൈക്കിൽ അവളും കയറിയിരുന്നു. നേരെ ആ ബൈക്ക് പോയത് ശ്രീശൈലത്തിന്റെ വില്ലേജിലേക്കായിരുന്നു. അവരുടെ ഗ്രാമത്തിൽ ശ്രീശൈലം ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടേക്ക് പോകുന്നു. ഒരുപാട് സമയം രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു. ഈ സ്ഥലം വളരെ രഹസ്യമായ ഒരു സ്ഥലമാണ്, ഒരു കുറ്റിക്കാടാണ്. അവിടെ ആരും തന്നെ വരില്ല. എത്ര ശബ്ദമുണ്ടാക്കിയാലും ആർക്കും കേൾക്കാനും സാധിക്കില്ല. ശ്രീശൈലം വീണ്ടും പഴയ കാര്യം ആവർത്തിക്കാൻ തുടങ്ങി. നമ്മൾ 5 വർഷം പ്രണയിച്ചു, പെട്ടെന്ന് എന്തുകൊണ്ട് നീ എന്നെ വേണ്ട എന്ന് പറയുന്നു? നമുക്ക് വിവാഹം കഴിക്കാമെന്നും ആവശ്യപ്പെട്ടു. പക്ഷെ സായിപ്രിയ അത് എതിർത്തു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യാതൊരു അറിവുമില്ലാത്ത പ്രായത്തിൽ പ്രണയിച്ചു, ശരി തന്നെയാണ്. എന്നാൽ ഇപ്പോഴും എന്നെ കൊണ്ടത് ചെയ്യാൻ സാധിക്കില്ല. എനിക്കിനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ നീ അങ്ങനെ ഒരു അവസ്ഥയിലാണോ? ദയവ് ചെയ്ത് എന്നെ വിടണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ പറഞ്ഞത്, നീ എവിടെ വേണമെങ്കിലും പോയി പഠിച്ചോ, പക്ഷേ എന്നെ വിവാഹം കഴിച്ചിട്ട് നീ പോയി പഠിച്ചോ. നീ എന്റെ ഭാര്യയാകണം എന്നുള്ളത് മാത്രമാണ് എന്റെ ആഗ്രഹം. എന്നാൽ അപ്പോഴും സായിപ്രിയ ഇതൊന്നിനും സമ്മതിച്ചില്ല. രണ്ടുപേർക്കും ഇടയിൽ ഒരു തർക്കം തന്നെ വരാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ നല്ല ദേഷ്യം വന്ന ശ്രീശൈലം അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കല്ലെടുത്ത് സായിപ്രിയയുടെ തലയിൽ തന്നെ അടിച്ചു. അവൾ അപ്പൊ തന്നെ താഴെ വന്ന് വീണു. അവളെ കൊണ്ട് എഴുന്നേൽക്കാൻ പോലും സാധിച്ചില്ല. അടുത്ത സെക്കൻഡ് തന്നെ ശ്രീശൈലം സായിപ്രിയയെ റേപ്പ് ചെയ്യാൻ തുടങ്ങി.
ഒരു കാലത്ത് തന്നെ പ്രണയിച്ച പെൺകുട്ടി തന്നെ വിശ്വസിച്ച് തൻ്റെ ബൈക്കിൽ ഇത്രയും ദൂരം അവൾ വന്നു. ഇതുപോലും ചിന്തിക്കാതെ അവിടെ തന്നെ വളരെ ക്രൂരമായി റേപ്പ് ചെയ്യാൻ തുടങ്ങി. അവൾ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി, എന്നെ ഒന്നും ചെയ്യരുത്, ദയവ് ചെയ്ത് വിട്ടയക്കണമെന്ന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് അവൾ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ ആ ശബ്ദം ആർക്കും കേട്ടില്ല. ആ സ്ഥലത്ത് അവളെ രക്ഷിക്കാൻ ആരും വന്നില്ല. ഒരു ഘട്ടത്തിൽ ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണം, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ ചെയ്തല്ലോ, ഇനി ഞാൻ വീട്ടിലേക്ക് പോയിക്കൊള്ളാം എന്നവൾ പറഞ്ഞിട്ട് കൂടിയും അവൻ അവളെ വിട്ടില്ല. അവളെ എങ്ങനെയെങ്കിലും കൊല്ലണം, ഇല്ലെങ്കിൽ തന്നെ കുറിച്ച് പോലീസിൽ അവൾ പറയും എന്ന് ചിന്തിച്ച് അവളുടെ തന്നെ ഷോൾ എടുത്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. സായിപ്രിയെ കൊന്നതിന് ശേഷം ആ ശരീരം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ആരെങ്കിലും കണ്ടുപിടിക്കും. താൻ പോലീസിൽ അകപ്പെടുകയും ചെയ്യും. എങ്ങനെയും അതിനെ മറവ് ചെയ്യണമെന്ന് ചിന്തിച്ച് സഹായത്തിന് അവന്റെ കസിനായ ശിവ എന്നയാളെ വിളിച്ചു. രണ്ടുപേരും ചേർന്ന് പദ്ധതിയിട്ട് അതേ സ്ഥലത്ത് ഒരു കുഴിയെടുക്കുകയും അവളുടെ ശരീരം അതിനുള്ളിലാക്കി ആ കുഴി മൂടി. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അവളുടെ ഫോൺ എടുത്ത് അത് സ്വിച്ച് ഓഫ് ചെയ്തു. സായിപ്രിയയുടെ അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. സംഭവം നടന്ന 3 ദിവസം കഴിഞ്ഞ് സായിപ്രിയയുടെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് അച്ഛന്റെ ഫോണിലേക്ക് അയച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാം, ഞാൻ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ്. ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ അതവർ വിശ്വസിച്ച് കാത്തിരിക്കും, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കില്ല എന്ന് ചിന്തിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് സംഭവിച്ചില്ല. സായിപ്രിയ എന്ന 19 വയസ്സുള്ള പെൺകുട്ടി 5 വർഷം മുൻപ് ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ യാതൊരു അറിവുമില്ലാത്ത പ്രായത്തിൽ പ്രണയിച്ചു. അതും തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ. പ്രണയം എന്താണെന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിൽ അവനെ പ്രണയിക്കുകയും അവസാനം അവൾ വളർന്നു. ഒരു പക്വത എത്തിയപ്പോൾ ഇതൊന്നും പ്രണയം അല്ല എന്ന് ചിന്തിച്ച് ഇതൊരിക്കലും ശരിയാകില്ല എന്ന് മനസ്സിലാക്കി അവൾ പിന്തിരിയുകയും ചെയ്തു. പക്ഷെ അവൻ അവളോട് പ്രതികാരം ചെയ്യാൻ അവളെ റേപ്പ് ചെയ്യുകയും കൊല്ലുകയും ചെയ്തു. ആ പെൺകുട്ടിയെ അവൻ യഥാർത്ഥമായിട്ടാണ് പ്രണയിച്ചതെങ്കിൽ എങ്ങനെ റേപ്പ് ചെയ്ത് അവളെ കൊല്ലാൻ അവന് തോന്നി? ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളി നല്ലവനാണോ എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. വളരെയേറെ ചിന്തിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. നല്ലവനാണോ? ജീവിതകാലം മുഴുവനും നന്നായി നോക്കുമോ? തൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമോ? തന്നെയാണോ ഇഷ്ടപ്പെടുന്നത്? തൻ്റെ ശരീരത്തെയാണോ പ്രണയിക്കുന്നത്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ശരിയായ ഒരു പ്രായം എത്തുമ്പോൾ ആ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ മാത്രം അതിനുള്ളിലേക്ക് പോവുക. എത്രയോ പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയിച്ച് തെറ്റായ ഒരാളെ തിരഞ്ഞെടുത്ത് അവസാനം അവരുടെ ജീവിതം തന്നെ നശിച്ച പല കഥകളുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് നടക്കുന്നുണ്ട്. ഇവന് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സജസ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. 3 ദിവസം കഴിഞ്ഞ് സായ് പല്ലവി എന്നാണോ പറയുന്നത്? ഞാൻ സായ് പ്രിയ എന്നാണോ പല്ലവി എന്നാണോ പറഞ്ഞത്? ചോറ് കഴിച്ചില്ല അമ്മ. റിക്കി എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു വാവ? ഫോൺ നോക്കുന്ന? നോ, തിന്നുന്ന അമ്മ. എന്തോന്ന് തിന്നുന്ന? അതെന്തോന്ന്? മിച്ചറാ?